പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജൂലൈ 2026 ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ് നോക്കുന്നത്. ജൂലൈ 2026 ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണ്. നമുക്കറിയാം VFOയുടെയൊക്കെ എക്സാമിനേഷൻ വരികയാണ്. അതുപോലെ തന്നെ 10th മെയിൻസിന്റെ എക്സാമിനേഷൻ വരും, ഡിഗ്രി മെയിൻസിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 22 മാറ്റിവെച്ച 10th പ്രിലിമിനറിയുടെ എക്സാമിനേഷൻ ഒക്കെ ഉണ്ട്. ഇതെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. നമുക്കറിയാം റീസെൻ്റ്ലി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ പല ഘട്ടങ്ങളിലായിട്ടുള്ള നടന്ന എക്സാമിനേഷനൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യും. അതുകൊണ്ട് കണ്ട് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വിക്രം 1 കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. റോക്കറ്റാണ് വിക്രം 1 എന്ന് പറയുന്നത് അല്ലെ. 2026 ജൂലൈ 18 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റാണ് വിക്രം 1. ഓർത്തിരിക്കണം, എക്സാമിന് ചോദിക്കും. 2026 ജൂലൈ 18 ആരെ വിക്ഷേപിച്ചത്? വിക്രം 1 വിക്ഷേപിച്ചത് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റാണ്. ഇത് വിക്രം 1 എന്ന് പറയുന്നത്. ഇനി അതിനോടനുബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ശ്രീഹരിക്കോട്ടയിലെ, നമുക്കറിയാം ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്രം 1 വിക്ഷേപിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പായ സ്കൈ റൂട്ട് എയ്റോസ്പേസ്. ഓർത്തിരിക്കണം, എന്താണ് സ്കൈ റൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ വിക്രം 1 രൂപകൽപ്പന ചെയ്തത് ആരാണ്? സ്കൈ റൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തത്. ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 2026 ജൂലൈ 18 ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പായ സ്കൈ റൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തത്. ഇനി ഇതിനകത്ത് മറ്റൊരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കണം, മിഷൻ ആഗമൻ. എന്താണ് മിഷൻ ആഗമൻ? ദൗത്യത്തിന്, അതായത് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന വിക്രം 1 എന്ന് പറയുന്ന ആ ദൗത്യത്തിന് അല്ലെങ്കിൽ റോക്കറ്റ് ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? മിഷൻ ആഗമൻ. എന്താണ്? മിഷൻ ആഗമൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ ആരാണ്? നിങ്ങൾക്കറിയാം ആരാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്? വിക്രം സാരാഭായി ഉണ്ടല്ലോ. ആ വിക്രം സാരാഭായിയോടുള്ള ആദര സൂചകമായിട്ടാണ് റോക്കറ്റിന് വിക്രം 1 എന്ന് പേരിട്ടത്. അപ്പോൾ ഈ ദൗത്യത്തിന്റെ പേരെന്താണ്? മിഷൻ ആഗമൻ എന്നാണ്. മിഷൻ ആഗമൻ. അപ്പോൾ മിഷൻ ആഗമൻ എന്താണ്? മിഷൻ ആഗമൻ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ സ്കൈ റൂട്ട് എയ്റോസ്പേസ് വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്ഷേപണ ദൗത്യം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മിഷൻ ആഗമൻ. ഇത് ജൂലൈ 18 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത്. ഈ വിക്ഷേപണം വിജയമായിരുന്നു. ഈ വിജയത്തോടെ സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹിരാകാശ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമായിട്ട് ആര് മാറി? ഇന്ത്യ മാറി. അതും സന്ദർഭവശാൽ അറിഞ്ഞിരിക്കണം. ഈ വിക്രം 1 റോക്കറ്റിന്റെ പ്രത്യേകതകളൊക്കെ അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം. പൂർണ്ണമായും കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് വിക്രം 1 എന്ന് പറയുന്നത്. ഇതിന് ഭാരം കുറവും അതുപോലെ തന്നെ കരുത്ത് കൂടുതലുമാണ്. 4 ഘട്ടങ്ങൾ 4 സ്റ്റേജ് ഉള്ള ഒരു റോക്കറ്റാണിത്. ആദ്യ 3 ഘട്ടങ്ങളിൽ ഖര ഇന്ധനവും, അതായത് കലാം സീരീസിൽപ്പെട്ടത്. അവസാന ഘട്ടത്തിൽ 3D പ്രിന്റഡ് ലിക്വിഡ് എഞ്ചിൻ ഘടിപ്പിച്ച ഓർബിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് മോഡ്യൂളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വിക്രം 1 എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം? എന്താണ്? ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്നും 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റലിൽ കൃത്യമായി എത്തിക്കുക എന്നുള്ളതായിരുന്നു വിക്രം 1 എന്ന് പറയുന്നതിന്റെ
റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ദൗത്യം എന്താണ്? ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്നും 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റലിൽ കൃത്യമായി എത്തിക്കുക എന്നതാണ് മിഷൻ ആഗമൻ ദൗത്യത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഓർത്തിരിക്കണം, ഈ റോക്കറ്റിന്, അതായത് വിക്രം 1 റോക്കറ്റിന് 350 കിലോഗ്രാം വരെയുള്ള പേലോഡുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. എന്താണ് ഈ പേലോഡുകൾ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള നിരവധി ഉപഗ്രഹങ്ങളും സാങ്കേതിക വിദ്യ പരീക്ഷണ ഉപഗ്രഹങ്ങളും അല്ലെങ്കിൽ ഉപകരണങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഈ മിഷൻ ആഗമൻ എന്ന് പറയുന്ന ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും, അതായത് ബഹിരാകാശ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള റോബോട്ടിക് സാങ്കേതിക വിദ്യ, ആ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ പേര് എംബ്രേസ് എന്നാണ്. ഈ എംബ്രേസ് എന്ന് പറയുന്ന, അങ്ങനെയും ചോദിക്കാം, റോബോട്ടിക് സാങ്കേതിക വിദ്യ, ബഹിരാകാശത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എംബ്രേസ് എന്ന് പറയുന്നത്, റോബോട്ടിക് സാങ്കേതിക. ഇതും ഈ വിക്രം 1 മിഷൻ ആഗമൻ ദൗത്യത്തിലൂടെ എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടതാണ്. ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകണം. അടുത്ത പോയിന്റ് നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റതാണ് പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് ജോഷിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിലൂടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത്. നിങ്ങൾക്കറിയാം, CJP അല്ലേ, കഴിഞ്ഞ എക്സാമിന് 4ാം ഘട്ട 10th പ്രിലിമിനറിക്കകത്ത് ഉണ്ടായിരുന്നതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതുമാണ് നമ്മുടെ ചാനൽ വഴി. 2026 മെയ് 16 രൂപീകൃതമായ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും തുടർന്ന് ചുമതലയിൽ എത്തപ്പെട്ട വ്യക്തിയാണ് പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് ജോഷി മറ്റ് 2 വകുപ്പും കൂടെ വഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്നറിയാമോ? ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി കൂടിയാണ് പ്രഹ്ലാദ് ജോഷി. അതുപോലെ തന്നെ പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ആര്? പ്രഹ്ലാദ് ജോഷി. അദ്ദേഹം കർണാടകയിലെ ലോക്സഭാ മണ്ഡലമായ ധർവാഡിൽ നിന്നും 2004 മുതൽ തുടർച്ചയായി വിജയിക്കുന്ന ജനപ്രതിനിധിയൊക്കെയാണ് പ്രഹ്ലാദ് ജോഷി. അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് ആര്? പ്രഹ്ലാദ് ജോഷി. ഇനി അടുത്തത്, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ, കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ്, ഓർത്തിരിക്കണം, ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ്. ആര്? കേന്ദ്ര ഉദ്യോഗസ്ഥനാണ്. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് ആര്? എ കൗശികനാണ്. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അതായത് നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്കും അതുപോലെ തന്നെ പാർലമെന്റിലേക്ക്, അതായത് ലോക്സഭയിലേക്കൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ കൗശികൻ എന്നാണ് എഴുതേണ്ടത്. എന്നാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, LSDDയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനെ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? കേരളത്തിന്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ എൻ ശേഷാദ്രി നാഥന്റെ നേതൃത്വം. എൻ ശേഷാദ്രി നാഥനാണെന്നറിയാം. ഇത് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്നാണ്. അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ആര്? എ കൗശികൻ. അപ്പോൾ ഓർത്തിരിക്കണം, തിരിഞ്ഞു പോകരുത്. എ കൗശികൻ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് എൻ ശേഷാദ്രി നാഥനുമാണ്. തിരിഞ്ഞു പോകരുത്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എന്താണ്, 2026 ഫുട്ബോൾ വേൾഡ് കപ്പിനെ കുറിച്ച്, ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന്റെ പ്രത്യേക ക്ലാസ് തന്നെ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം നേടിയത് നിങ്ങൾക്കറിയാം സ്പെയിനാണ്. സ്പെയിൻ്റെ 2ാമത്തെ കിരീടമാണ്. 2010 ആദ്യമായിട്ട് അവർ കിരീടം നേടുന്നത്. നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയാണ് 2010 സ്പെയിൻ കിരീടം നേടുന്നത്. ഇപ്പോൾ ഫൈനൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയാണ് ഫിഫ വേൾഡ് കപ്പ് ആര് കരസ്ഥമാക്കിയത്? സ്പെയിൻ കരസ്ഥമാക്കിയത്. സ്പെയിൻ്റെ 2ാമത്തെ കിരീടമാണ്. അർജന്റീൻ ടീമിന്റെ ക്യാപ്റ്റൻ നിങ്ങൾക്കറിയാം ലയണൽ മെസ്സിയാണ്. സ്പെയിൻ ടീമിന്റെ ക്യാപ്റ്റൻ റോഡ്രി ആയിരുന്നെന്നും അറിയാം. അതുപോലെ തന്നെ 2026 ഫിഫ വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയ താരം നിങ്ങൾക്കറിയാം. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. സ്പോർട്സ് വിഭാഗത്തിൽ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ
ഇതിനകത്തൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രേഷൻ ബ്രേക്ക്. എന്താണ് ഈ ഹൈഡ്രേഷൻ ബ്രേക്ക്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. 2026 ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനും പരിശീലകർക്ക് തന്ത്രങ്ങൾ മാറ്റുന്നതിനുമായി ഫിഫ മത്സരങ്ങൾക്കിടയിൽ പുതുതായി അവതരിപ്പിച്ച ഇടവേളയെ പറയുന്നതാണ് ഹൈഡ്രേഷൻ ബ്രേക്ക്. എന്താണ് ഹൈഡ്രേഷൻ ബ്രേക്ക്? 2026 ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനും പരിശീലകർക്ക് തന്ത്രങ്ങൾ മാറ്റുന്നതിനുമായി ഫിഫ മത്സരങ്ങൾക്കിടയിൽ പുതുതായി അവതരിപ്പിച്ച ഇടവേളയാണ് എന്ത് പറയുന്നത്? ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫിഫ പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച രണ്ടാമത്തെ വനിതാ റഫറി USA ടോറി പെൻസോയാണ്. അതും അറിഞ്ഞിരിക്കണം. USA ടോറി പെൻസോയാണ് ഫിഫ പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച രണ്ടാമത്തെ വനിതാ റഫറിയാണ്. ആര്? ടോറി പെൻസോ. നിങ്ങൾക്കറിയാം, 2022 ഖത്തർ ലോകകപ്പ്, അതിൽ കിരീടം നേടിയ അർജന്റീനയാണ്. 2022 ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിന്റെ സ്റ്റെഫാനി പ്രാപ്പോർട്ടാണ് ഈ നേട്ടം ആദ്യമായിട്ട് കൈവരിക്കുന്നത്. ഏത് നേട്ടം? ഫിഫ പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിത എന്ന നേട്ടം 2022 ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിന്റെ സ്റ്റെഫാനി പ്രാപ്പോർട്ടാണ് ആ നേട്ടം കൈവരിച്ചത്. ഇനി 2030 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. 2030 ഏതൊക്കെ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ആതിഥേയത്വം വഹിക്കുന്നത്? മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ, ഉറുഗ്വേ, അർജന്റീന, പരാഗ്വേ. ഒരിക്കൽ കൂടി, മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ, ഉറുഗ്വേ, അർജന്റീന, പരാഗ്വേ. 2026 കാനഡ, മെക്സിക്കോ, USA എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നത്. 2030 നടക്കാൻ പോകുന്നത് എവിടെയൊക്കെയാണ്? ഒന്ന് സ്പെയിൻ, ഇപ്പോൾ കിരീടം നേടിയ സ്പെയിൻ ഉണ്ട്. സ്പെയിൻ അടുത്ത് കിടക്കുന്ന മൊറോക്കോ ഉണ്ട്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഉണ്ട്. അതുകൂടാതെ ഉറുഗ്വേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അർജന്റീന, പരാഗ്വേ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം, തൂഫാൻ പദ്ധതിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. എക്സാമിനും നമ്മുടെ 10th ലെവൽ പ്രിലിമിനറിയുടെ എക്സാമിനേഷനും 3ാം ഘട്ടത്തിലൊക്കെ ചോദിച്ചതാണ്. കേരള സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാലാണ്. കേരള സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസഡർ ആരാണ്? മോഹൻലാൽ. ഇനി അന്താരാഷ്ട്ര ചാന്ദ്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്ര ദിനമായിട്ട് ജൂലൈ 20. എന്തുകൊണ്ടാണ് ഈ ജൂലൈ 20 നമ്മൾ അന്താരാഷ്ട്ര ചാന്ദ്ര ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതും? നമുക്കറിയാം, അപ്പോളോ ദൗത്യത്തെക്കുറിച്ച് കേട്ട്, അപ്പോളോ 2 ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1969 ജൂലൈ 20 അപ്പോളോ 2 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്ര ദിനമായിട്ട് ആചരിക്കുന്ന. 1969 ജൂലൈ 20 അപ്പോളോ 2 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചാന്ദ്രദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി നമ്മൾ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചു എന്നറിയാം, അല്ലെ? മലയാളത്തിന് അഭിമാന നിമിഷമൊക്കെ ആയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഭ്രമയുഗത്തിലെ അഭിനയത്തിന് 4ാമതും ദേശീയ അവാർഡ്, മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയതായിരുന്നു 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്നറിയാം. അപ്പോൾ ഇതിനകത്ത് മമ്മൂട്ടിയുടെ ഒപ്പം കാർത്തിക് ആര്യൻ ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന മൂവിയിലെ സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിയോടൊപ്പം മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടതാണ്. അപ്പോൾ ആരൊക്കെയാണ്? മമ്മൂട്ടിയും കാർത്തിക് ആര്യനുമാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മമ്മൂട്ടി ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനും കാർത്തിക് ആര്യൻ ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ആർട്ടിക്കിൾ 370. നമുക്കറിയാം, ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 370. അപ്പോൾ ഈ ആർട്ടിക്കിൾ 370 സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് യാമി ഗൗതത്തെയാണ്. ആരെയാണ്? യാമി
ഗൗതം. മികച്ച ചിത്രമായും തിരഞ്ഞെടുക്കപ്പെട്ടത് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച ചിത്രമായും തിരഞ്ഞെടുക്കപ്പെട്ടത് ആർട്ടിക്കിൾ 370 ആണ്. ആർട്ടിക്കിൾ 370 ആണ് സംവിധാനം ചെയ്തത്. ആദിത്യ സുഹാസ് ജംഭാലയാണ് മികച്ച ചിത്രമായ ആർട്ടിക്കിൾ 370 സംവിധാനം ചെയ്തത്. ആദിത്യ സുഹാസ് ജംഭാലെ. അതിലെ അഭിനയത്തിനാണ് യാമി ഗൗതത്തെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമ്മള് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കണം, 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനായ രാജകുമാർ പെരിയസ്വാമിയാണ്. അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനായ രാജകുമാർ പെരിയസ്വാമി. ആരാണ്? അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനായ രാജകുമാർ പെരിയസ്വാമിയാണ്. ഇനി അതുപോലെ തന്നെ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾക്കറിയാം, നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള വൈക്കം വിജയലക്ഷ്മിയാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഛായാഗ്രഹനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷഹനാദ് ജലാലാണ്. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹനായ ഷഹനാദ് ജലാലാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഛായാഗ്രഹനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ജൂലൈ 2027 ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ ഇത്രയും വസ്തുതകളാണ് നോക്കുന്നത്. ഇതിന്റെ തുടർ ക്ലാസ് ഉണ്ടാവും, അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റു വിവരങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവയ്ക്കാൻ വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.